ആദ്യം തന്നെ നമ്മൾ മിക്സറിലിടാനുള്ള ചിപ്സ് ഉണ്ടാക്കാനായിട്ട് എന്തോ നമ്മ ഇത് കായ വറുത്തത് പച്ച വാഴയ്ക്ക നമ്മൾ പൊരിച്ചെടുക്കണം ഗൈസ്. അപ്പം നമുക്ക് ബനാന ചിപ്സ് ഉണ്ടാക്കും. അതും മറ്റേ നീളത്തിനുണ്ടക്കല്ല അരിയണത്. കാണിച്ചെടുത്തേ അമ്മ ഒന്ന് പൊക്കി. ഇതാണ്ട് ഗൈസ്, ഈ ഒരു ഷേപ്പിനാണ് നമ്മൾ അരിഞ്ഞെടുത്ത് പൊരിക്കേണ്ടത്. അമ്മ ഇന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? മിക്സർ ഉണ്ടാക്കുന്നത്. അതെ ഗൈസ്, ഈ തിരുവോണം ദിന സ്പെഷ്യൽ കുക്ക് വിത്ത് കാർത്തിക് സൂര്യ എപ്പിസോഡിൽ ഇന്ന് സുഹൃത്തുക്കളെ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനമാണ് മിക്സ്ചർ അല്ലെങ്കിൽ മിക്സ്ചർ. അതെ, തിരുവനന്തപുരത്തിൻ്റെ തനതായ ശൈലിയിലുള്ള ഒരു മിക്സ്ചർ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ പോകുന്നത്. ബൈ ദ വേ എല്ലാവർക്കും ഒരു തിരുവോണ ദിനാശംസകൾ ഞാൻ നേരെയാണ് ഗൈസ്. ഉച്ചയ്ക്ക് സദ്യയൊക്കെ കഴിച്ച് വൈകുന്നേരം റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്ന് എനിക്കറിയാം. റെസിപ്പിയിലോട്ട് കിടക്കാം ഗൈസ്. ആദ്യം തന്നെ മാവ് കുഴയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിൽ ഇതെന്താ ഇത് കായപ്പൊടി. കായപ്പൊടി എത്ര ഇടണം? ഈ കായപ്പൊടി അരിക്കുന്നത് ഇതിൽ തരി കാണും, അപ്പൊ സേവനാഴിന്ന് വീഴൂല. അതുകൊണ്ടാണ് ഈ കായപ്പൊടി അരിക്കുന്നത്. കായപ്പൊടി അരിച്ചെടുക്കണം അല്ലേ? അപ്പൊ ഇതെന്തോ നമ്മ അതിനകത്ത് ബാക്കി പറഞ്ഞത്? അത് കായപ്പൊടി തരി കായപ്പൊടിയുടെ ഇത് മറ്റേ അത് നമുക്ക് വേണ്ടല്ലേ? സേവനാഴിയിൽ കയറി ആ ദ്വാരം അടയും. ഇത് മുളക് പൊടിയും അതുപോലെ അരിച്ചെടുക്കണം, അല്ലെങ്കിൽ ദ്വാരത്തിൽ അടഞ്ഞിട്ട് നമുക്ക് സേവനാഴിയുടെ ദ്വാരത്തിൽ അടയും അല്ലേ? അപ്പോ കായപ്പൊടിയും മുളക് പൊടിയും നമ്മൾ നല്ലതായിട്ട് അരിച്ചെടുക്കണം ഗൈസ്. അതുപോലെ തന്നെ കടലമാവ് അരിക്കണം, അതിൽ തരി കാണും. കടലമാവ് അരിച്ചെടുക്കണം. ഓക്കെ. ഇത് അരിമാവ്. പുട്ടിന് പൊടിച്ച് അപ്പത്തിന് പൊടിച്ചിട്ട് അതിനെ പുട്ടിന് കുറച്ച് ചൂടായി വരുമ്പോൾ ഓഫ് ചെയ്ത് വെച്ച് എന്നിട്ട് അതിനെ അരിച്ചെടുത്തതാണ്. ഇത് കടലമാവ്. എനിക്ക് കളവുണ്ട് അതിന്. കടലമാവ് അരിച്ചെടുത്തതാണ്. അപ്പൊ കടലമാവ് അരിച്ചെടുത്തതും അരിമാവ് ഇത് അരിച്ചു വെച്ചേക്കണേണ? അരിമാവ് അരിച്ചു വെച്ചേക്കുന്നതും അതും ഇടിയപ്പത്തിന് അല്ലേ? ഇടിയപ്പത്തിന് പൊടിച്ചിട്ട് അതിനെ വറുത്ത് അരിച്ചു വെച്ചേക്കുന്നതാണ്. ഓക്കെ. ഇടിയപ്പത്തിന്റെ മാവ് വറുത്ത് അരിച്ചു വെച്ചേക്കുന്നത്, അതായത് കുറച്ച് ചൂടാക്കിയേ ഉള്ളൂ, പുട്ടിന്റെ പരുവത്തിന് ചൂടാക്കി. ഒരു മിൽക്ക് മെയ്ഡിന്റെ ടിന്ന് നിറച്ചും നിറഞ്ഞ് കവിഞ്ഞത് ഒന്ന് നമ്മളൊന്ന് കുറച്ചാണ് ഗൈസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് കാണിച്ചു തരുന്നത്. 2 നാഴി 3 നാഴി. ഓക്കെ. അപ്പൊ 3 നാഴിയിലാണ് നമ്മള് കടലമാവ് എടുക്കുന്നത്. നിറഞ്ഞില്ലായിരുന്നേ. ഓക്കെ. 3 നാഴി നിറച്ച് അത് 3 നാഴി എടുക്കുമ്പോൾ 3-1, അതായത് ഇനി ഇതൊന്നും 1 നാഴി എടുത്താലോട്ടിട്. ഓക്കെ. എന്നിട്ട് നമ്മൾ വെച്ചിരുന്ന അരിമാവിൽ നിന്ന് എത്ര നാഴിയമ്മ? 3 നാഴി കടലമാവ് എടുക്കുമ്പോൾ 1 നാഴി അരിമാവ് എടുക്കണം. നിറച്ചെടുത്തില്ലേ? ഞാൻ അത് കുറച്ച് സൈഡിൽ കൂടെ വീണായിരുന്നു, അപ്പൊ അത് നിറഞ്ഞത് കണക്കായി. ഓക്കെ. 3 നാഴി കടലമാവിന് 1 നാഴി അരിമാവ് എടുത്തിട്ട് നമുക്കിത് സൈഡിലോട്ട് വെക്കാം. ബൈ ദ വൈ, വർഷം എവിടെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർ ക്യാമറയുടെ പുറകിൽ കപ്പലണ്ടി മുട്ടായി തിന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഹായ് ഗൈസ്. ഓക്കെ. ഇനി ഇതിനെ ഇളക്കണം. ഓക്കെ ഗൈസ്, ഇതിനെ നമ്മൾ ഇളക്കുകയാണ്. അതിനകത്ത് പാകത്തിന് ഉപ്പ്, കായപ്പൊടി അരിച്ചു വെച്ചിരുന്ന കായപ്പൊടി ഒരു കണക്കിനിട്. ഒരു ഉദ്ദേശം. ഇനിയിപ്പോ മുളക് പൊടി ഇത്ര എടുത്ത് കാണിച്ചു കൊടുത്തേടാ. മുളക് പൊടി ഇത്ര എടുത്തേക്കാണ് ഗൈസ്. അളവെന്ന് പറഞ്ഞൂടാ, സ്പൂൺ അളന്നിടാ. ഇനി വെള്ളം ഒഴിച്ച് ഞവടിക്കും. ഞാൻ ഞവടണോ അല്ലേ? അതേ സുഹൃത്തുക്കളെ, ഞാൻ ഞവടാൻ പോവാണ്. അമ്മ എത്ര വെള്ളം ഒഴിക്കണം അത് എനിക്ക് അറിഞ്ഞൂടാ. കുറച്ച് ഒഴിച്ചിട്ട് ഇളക്കി നോക്കിയാണ്. ആഹാ ഭലേ ബേഷ്. ഇതിങ്ങനെ നമ്മൾ ഇളക്കി പയറ് പൊടിയൊക്കെ മുഖത്തിടാനായിട്ട് അമ്മ പണ്ട് തരുമായിരുന്നല്ല, അതിന്റെ ഒരു മണം വരുന്നു ഇതിനകത്തുനിന്ന്. അമ്മ ഇത് ഒട്ടുന്നുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. ഒട്ടുമല്ലേ? ഓക്കെ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് നമ്മൾ ഇളക്കിയെടുക്കണം. എരിവ് നോക്കണം. ഉപ്പ് നോക്ക്. ഉപ്പും എരിവും കറക്റ്റാണോ? ഉപ്പുണ്ട്, മറ്റുള്ളതിൽ ഉപ്പിടുമ്പോൾ ഇതിലും കൂടെ പിടിക്കും. എങ്ങനെയുണ്ട് രുചി നോക്കിയിട്ട്? എരിവ് കുറവാണ്. എരിവ് കുറവാണ്. ഇതിലിടുമ്പോ ഇതിന്റെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എരി ഇടുവന്നു. ഓക്കെയാണോ ഇത്? ഇനി നല്ലതുപോലെ ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തോ. ഓക്കെ അമ്മ റെഡി. അയ്യോ ഒന്നുകൂടെ നല്ലതുപോലെ എല്ലാം കൈ ഇതിലോട്ട് മുക്കിയാണോ, അപ്പോൾ കയ്യിലൊട്ടൂല, അല്ലെങ്കിൽ ശകല എണ്ണ
ഇരട്ടണം. ഓക്കെ. ഇത് ഇവിടെ റെഡി ആകുമ്പോഴത്തേക്കും അടുക്കളയിൽ അമ്മ ചിപ്സ് ഓൾമോസ്റ്റ് എടുക്കാറായി ഗൈസ്. കണ്ടോ, നേരത്തെ നമ്മൾ ഇട്ട ചിപ്സ് അമ്മ വറുത്ത് കോരി ഇപ്പൊ എടുക്കും. ഓക്കെ, ശബ്ദം കേട്ടാ ശകലം കൂടെ മൂക്കണം. ബ്ലു ബ്ലു ബ്ലൂ എന്ന് കേൾക്കണം അല്ലേ? ഓക്കെ. അപ്പൊ ബ്ലു ബ്ലു ബ്ലൂ എന്ന് കേൾക്കുമ്പോ അത് കോരാ. ഇതിന്റെ ആ കുമ്പള ഇല്ലേ, അത് നിൽക്കണം. കുമ്പള നിൽക്കുമ്പോ കറക്റ്റ് പാകമാണ്. അത് കഴിയുമ്പോ അത് കോരി മാറ്റാം. ഇളക്കിക്കോ? ഞാൻ ഇളക്കുന്നുണ്ട്. എനിക്ക് ക്യാമറ പിടിച്ചു വെക്കുന്നത് വേണമെങ്കിൽ ഇളക്കാൻ കേട്ടോ. വേണ്ട. ഇതെന്ത് ചെയ്യണം? അത് മൊത്തം ഇങ്ങ് വരൂടാ. ആണോ? അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വഴിച്ച് ഇതിനകത്തോട്ട് ഇടണം ഗൈസ്. എന്നിട്ട് ഞാൻ കൈ കഴുകട്ടാ. ചിപ്സ് കോരി കഴിയുമ്പോഴത്തേക്കും ഗൈസ് നമ്മൾ സേവനാഴി എടുത്തിട്ട് സേവനാഴിക്കകത്തോട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന മാവ് ഇങ്ങനെ ഇറക്കി കൊടുക്കുക. ഓക്കെ. ഇത് അത്യാവശ്യം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഗൈസ്. ഇത് ലൂസാണ് എന്നാൽ അത്ര ടൈറ്റും അല്ല. ഓക്കെ, ഇത്ര മാവ് വെച്ചാൽ പോരെ? അത് നിറച്ച് വെക്കണം. നിറച്ച് വെക്കണമെന്നാണ് എൻ്റെ മാതാശ്രീ പറയുന്നത്. അപ്പം നിറയ്ക്കാം. ഓക്കെ, ഇത്രയും നിറഞ്ഞാൽ മതി. ഒരുപാടങ്ങാറല്ലേ? ഓക്കെ. നിറച്ചതിന് ശേഷം അയ്യോ ഇതെങ്ങനെ അടയ്ക്കണത്? ഇത് വെച്ചാണ് അടയ്ക്കണം. ഞാൻ മറന്നുപോയി ഗൈസ്. ആദ്യത്തെ ഞാൻ പിഴിയാമേ. എടുക്കണ്ടായിരുന്നു. അല്ല, ഇത് കുറച്ചിങ്ങനെ ഉയർത്തിയിട്ട് ഇത്രയും ഇങ്ങനെ എടുത്തു കഴിഞ്ഞു. ഓക്കെ. സേവനാഴി എടുക്കുക. സേവനാഴി അല്ലല്ലോ, സേവനാഴി തന്നെ എൻ്റെ പേര്. എന്നിട്ട് ഇതേ കണക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക ഗൈസ്. ഓഹോ, ഇതും പത തീരുന്നവരെ ചെയ്യണോ അമ്മ? ചൂടുണ്ടോ? അടുത്തത് ഇനി നിറക്കണോ? അത് കഴിഞ്ഞതിന് ശേഷം അല്ലേ? ഓക്കെ ഗൈസ്. അപ്പോൾ സൊള്ളേ ഗൈസ് മിച്ചറിൻ്റെ മറ്റേ പൊടി ഇപ്പോൾ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സൈഡിൽ ഇതിങ്ങനെ നൂഡിൽസ് കണക്കിരിപ്പുണ്ടല്ലേ? ഓക്കെ. ഇതിനെ നമ്മൾ മറിച്ചിടണമെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞത്. ഓ, സള്ളേ പ്രോയാണ് ഗൈസ് ഞാനിതില്. എന്നിട്ട് അത് ഒന്ന് പൊരിഞ്ഞ് വരട്ടെ. അമ്മ ഇതെങ്ങനെയാണ് പൊരിഞ്ഞെന്ന് അറിയണത്? ഇത് അതറിയാം. അത് അതിൻ്റെ ആ കുമ്പള നിൽക്കുമ്പോൾ പൊരിഞ്ഞു. ഓക്കെ. അപ്പം അത് പൊരിയട്ടെ ഗൈസ്. അപ്പം അത് തീർന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഇട്ട മിക്സറിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്ടും കോരി മാറ്റണം ഗൈസ്. ഇത് കണക്ക് കോരി മാറ്റി വെക്കുക. ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാമെന്ന്. ആദ്യത്തെ റൗണ്ട് കോരിയതിന് ശേഷം അടുത്ത റൗണ്ട് ഞാൻ ഇടുകയാണ് ഗൈസ്. ഞാൻ എനിക്ക് കണ്ടിട്ട് ചൂടെടുക്കണേ ഗൈസ്. അത് നല്ല ആവി എടുക്കണ പ്രോസസ്സാണ് കേട്ടോ. അത് ന്യൂബായിട്ടുള്ളവർ ചെയ്യാതിരിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ ഇതുപോലെ ഈ മൊത്തം മാവും നമ്മൾ ഇത് നൂഡിൽസ് പോലെ ആക്കി എടുക്കണം ഗൈസ്. അതെടുത്തിട്ട് നെക്സ്റ്റ് സാധനം ഇടാൻ നേരത്ത് ഞാൻ വരാം ഗൈസ്. നമ്മൾ തീരാറായി, ഇത് കോരി തീരാറായി. അപ്പോഴത്തേക്കും ഉണ്ടല്ലോ അമ്മ ബാക്കി വന്ന മാവിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ലൂസാക്കി. ഇതെന്തിനാണമ്മ? കുഞ്ഞു കുഞ്ഞു ഉണ്ട നമ്മൾ ഇത് കഴിക്കുമ്പോഴത്തേക്കും കുഞ്ഞു കുഞ്ഞു ഉണ്ടകൾ കിട്ടുമല്ലോ, ആ ഉണ്ടകൾ ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ എന്നിട്ട് അതെടുത്തിട്ട് ഓക്കെ ഇതിങ്ങനെ എടുത്ത് ഇതിലിങ്ങനെ വെച്ചിട്ട് ആ ലൂസായ മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും കണ്ടാ കുഞ്ഞു കുഞ്ഞു ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് വീഴുന്നു. ഹായ് ഗൈസ്, ദിസ് ഈസ് ഹൗ വി ഫോം ഉണ്ട. മിക്സറിൻ്റെ അകത്ത് ഉണ്ട കിട്ടുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗൈസ്, ഇങ്ങനെയാണ് മിക്സറിൻ്റെ അകത്ത് ഉണ്ട കിട്ടുന്നത്. ഇതൊക്കെ കണ്ടുപിടിച്ച ആരായിട്ടെന്നാണ് ഞാൻ ആലോചിക്കണത് ഗൈസ്. നോക്കി എന്തോരം ഉണ്ട വന്നെന്ന്. ഇത് ബാക്കി വന്ന് ഇതെന്ത് ചെയ്യട്ടമ്മ? ചുമ്മാ ആത്തി കൊടുക്കാനോ? അത് ഞങ്ങളുടെ എക്സ്പെരിമെൻ്റ് ആണ് ഗൈസ്. അത് അപ്പുറത്തിട്ടമ്മ. അല്ല അപ്പുറത്തിട്ട് ഇപ്പുറത്തിട്ട്. അതെന്തരമ്മ അത്? അങ്ങനെ ഉണ്ടയും റെഡി. അടുത്തതായിട്ട് ഉണ്ടയെല്ലാം കോരി മാറ്റി വെക്കുക. പൊടിക്കണം ഇനി. ഇപ്പൊ പൊടിക്കരുത് നമ്മ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പാൻ കേക്ക് രൂപത്തിൽ റെഡിയാക്കി വെച്ചിരുന്ന മിക്സറിൻ്റെ തരികളെല്ലാം കൂടെ നമ്മൾ ഈ ഒരു ഇതിനകത്താക്കി വെച്ചിട്ട് അടുത്ത ഉണ്ട വറുത്ത് കോരി എന്നിട്ട് ഇത് ലാസ്റ്റ് നൂഡിൽ പാക്കാണ് ഗൈസ്. ഇതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ മിക്സറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വറുക്കുന്നത് തീർന്നു. അടുത്തതായിട്ട് നമ്മളെ മിക്സറിൽ എത്ര കടല വേണോ? ഇതെന്ത് കടലയമ്മ? ഇതെന്ത് കടലയാണ്? പേരില്ലേ? പൊരിക്കടല. ഓക്കെ, പൊരിക്കടല നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. നമ്മൾ കടല അണ്ടിപ്പരിപ്പൊക്കെ നല്ലവണ്ണം കഴിക്കുന്നത് കൊണ്ട് നമ്മൾ കടല അണ്ടിപ്പരിപ്പും ചിങ്കിടി ചിക്കി. എന്നിട്ട് നമ്മൾ കടല വറുത്ത് കോരണം ഗൈസ്. പത ഒരുവിധം സെറ്റ് ആകുമ്പോഴത്തേക്കും ഗൈസ് നമ്മൾ കടലയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറുമ്പോഴത്തേക്കും നൈസായിട്ട് നമ്മൾ കടല കോരുകയാണ്. കടല കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നു ഗൈസ്. അതവിടെ കടല പൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പില, നമ്മുടെ മിക്സറിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്ന സാധനമാണ് കറിവേപ്പില. അപ്പോൾ കറിവേപ്പില കുറച്ചധികം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം കറിവേപ്പില ഓൾവേസ് ആഡ്സ് ഫ്ലേവർ. അപ്പോൾ കറിവേപ്പില നൈസായിട്ട് നമ്മൾ ഇറുത്ത് ഒരു പാത്രത്തിനകത്തോട്ട് ആക്കുക. കടലയ്ക്ക് ശേഷം നമ്മളിപ്പോൾ ഇറുത്ത കറിവേപ്പില അതിൻ്റെ അകത്തോട്ട് ഇട്ട് മൂപ്പിച്ചെടുക്കണം ഗൈസ്.
കറിവേപ്പിലയാണ് ഏറ്റവും നല്ല സൗണ്ട് കേട്ടാ. ഇത് ഒരുപാട് നേരം മൂപ്പിക്കണം അമ്മ? ആണോ? ഏറ്റവും പെട്ടെന്ന് മൂത്ത് കിട്ടുന്ന സാധനം കറിവേപ്പിലയാണ്. ഏതില്? വറുത്ത കടല നമ്മൾ കൊണ്ടുവന്ന് ഏതിനകത്തിട്ടമ്മ? ഇതിലാ. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചിപ്സിന്റെ സൈഡിലായിട്ട് കടല ചെറിയൊരു ജോലിയുണ്ട്. പതയൊക്കെ മാറി ഒന്ന് ക്രിസ്പി ആയി മാറുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ ഗൈസ് കറിവേപ്പില നമ്മൾ മിക്സറിലിടുന്ന തൊടുമ്പോൾ പൊടിഞ്ഞു പോകണം. ആ രീതിക്ക് ആകുമ്പോഴത്തേക്കും നൈസായിട്ട് കോരി സൈഡിലോട്ട് മാറ്റുക. അതും കോരി എണ്ണ വാർന്നതിന് ശേഷം സൈഡിലോട്ട് മാറ്റി വെക്കുക. കറിവേപ്പിലയ്ക്ക് ശേഷം നമ്മൾ അടുത്തത് കപ്പലണ്ടി ഇട്ട് മൂപ്പിക്കുകയാണ് ഗൈസ്. എനിക്കും കപ്പലണ്ടി ഈ മിക്സറിൻ്റെ അകത്ത് കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലൊരു എമൗണ്ട് കപ്പലണ്ടി നമ്മൾ മൂപ്പിക്കുന്നുണ്ട്. പ്ലസ് കുറച്ച് എക്സ്ട്രാ കപ്പലണ്ടി കൂടെ മൂപ്പിക്കുന്നുണ്ട് ഗൈസ്. കാരണം ഇത് മിക്സറിൻ്റെ അകത്ത് അല്ലാതെയും നമുക്ക് കപ്പലണ്ടി മൂപ്പിച്ചത് മാത്രമായിട്ട് തിന്നാമല്ലോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ കപ്പലണ്ടി കൂടെ നമ്മളിട്ട് മൂപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള കപ്പലണ്ടി മാത്രം ഇട്ട് മൂപ്പിക്കുക. കപ്പലണ്ടി ഇനി മൂക്കട്ടെ. എന്താ ഇതിപ്പോ 1 കിലോ കപ്പലണ്ടിയാണ് നമ്മൾ മൂപ്പിക്കുന്നത്. ഇത്രയും ഇടണ്ട, അതിലൊരു 1/2 കിലോ ഇട്ടാൽ മതിയാവും. ഇതിന്റെ പാതി ഇത് നമ്മൾ എക്സ്ട്രാ മറ്റേ കുറിക്കാൻ വേണ്ടിയിട്ട് കപ്പലണ്ടി കൂടെ ഉണ്ടാക്കണമെന്നാണ് കേസ്. അമ്മ ഇത് കോരറായ ചെറിയ ഒരു ചോപ്പ് വന്നുണ്ട്. അതുപോലെ ഇതിന്റെ ഈ പതയും കുറഞ്ഞ്. ഓക്കെ ഓക്കെ. അത് അമ്മ പറഞ്ഞ പരുവാകുമ്പോഴത്തേക്കും നൈസായിട്ട് കപ്പലണ്ടിയും കോരി മാറ്റുക. ഗൈസ് നമ്മള് വറുത്ത് വെച്ച കപ്പലണ്ടിയിൽ ആണ്ടാ ഇത് 1 കിലോ ഉണ്ട്. ഇത് മൊത്തം നമ്മൾ എടുക്കൂല. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ മുളക് പൊടി 1 കിലോ കപ്പലണ്ടി ആണെങ്കിൽ 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കായം, ഉപ്പ് പാകത്തിന്. അത് വീട്ടമ്മമാർക്ക് അറിയായിരിക്കും എങ്ങനെയാണ് ഉപ്പ് വേണ്ടത്. ഉപ്പും കൂടെ പാകത്തിന് ചേർത്ത് ഇനി ഇതിൽ നിന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് കറിവേപ്പില എടുക്കും. ആഹാ നല്ല സൗണ്ട് കേസ്. അയ്യോ മുളക് പൊടിയുടെ മണം. ഇങ്ങനെയാണ് മസാല കപ്പലിനെ ഉണ്ടാക്കണേ അല്ലേ? ഇപ്പൊ മസാല കപ്പലിന്റെ ആയി. ഇനി അത് അവിടെ ഇരിക്കട്ടെ, അങ്ങനെ ഇരിക്കട്ടെ. ഇനിയുണ്ട് ഇതിൽ കൂടെ ഇടും. ഇതിലടുത്തത് ഇതുപോലെ ചെയ്യും. അടുത്തതായിട്ട് മിക്സറിന്റെ കടലയിലും ചിപ്സിലും കൂടെ. കാരണം ഇങ്ങനെ ഇടുന്നത് ഇത് ചൂടുണ്ടല്ലോ, ചൂടുള്ളത് കൊണ്ട് പെട്ടെന്ന് ഇതങ്ങ് പിടിക്കും. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനും ഇതുപോലെ മുളക് പൊടി. കടലയിലും മുളക് പൊടി, കടലയും ചിപ്സും ഉണ്ട്, രണ്ടും വെച്ചേക്കാണ്. അതിന്റെ കൂട്ടത്തിൽ വീണ്ടും ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കായപ്പൊടിയും ഇതെല്ലാം കൂടെ ഇട്ട് വീണ്ടും മിക്സ് ചെയ്യാം. അതിനും പാകത്തിന് ഉപ്പ്, അതിലും കറിവേപ്പില ഇട്ട് ഉപ്പിട്ട് എല്ലാം ഉണ്ട്. ഗൈസ് 2 എണ്ണത്തിലോട്ടുമായിട്ട് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ബാക്കി വന്ന കറിവേപ്പിലയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടുചേരുവകളൊക്കെ സെറ്റായി. ഇനി എന്ത് ചെയ്യണം അമ്മ? ഞാനൊന്ന് ഇളക്കട്ടെ, ഇല്ലെങ്കിൽ അത് കറക്റ്റ് ആവൂല. ഓക്കെ അമ്മ, ഇതിന് ശേഷം എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഇത് നമ്മളിപ്പോൾ കൂടി പോയില്ലേ? പകുതി മാറ്റാം. 1/2 കിലോയൊക്കെ അമ്മയ്ക്ക് കൈക്കണക്കാണ്. 1/2 കിലോ ആയിരുന്നു. നമുക്കത് ചേർക്കുമ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ ഗൈസ്, ബൈ ദ ബൈ ഞാൻ ഇപ്പോൾ ഇട്ടുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ ഹാഷിം അളിയന്റെ ഹാഷ് ബോക്സിലെ ടീഷർട്ടാണ് ഗൈസ്. ഇപ്പോൾ അയ്യോ ഇതിന്റെ പകുതി എടുക്കണേ. അതിന്റെ പകുതി അത് ചേർക്കുമ്പോൾ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ അവൻ്റെ വെബ്സൈറ്റിൽ ഗൈസ് ഇത് 399 ഇതുപോലുള്ള ലൂസ് ഫിറ്റ് ടീഷർട്ടും, ലൂസ് ഫിറ്റ് എന്നല്ലേ പറയണത്, ബാഗി അല്ലേ, എന്തോ പേരുണ്ടല്ലോ, ടീഷർട്ടും പിന്നെ നോർമൽ ഫിറ്റ് ആയിട്ടുള്ള ടീഷർട്ട് 299 കിടക്കുകയാണ് ഗൈസ്. വമ്പിച്ച ഓഫറാണ്. നിങ്ങൾ ടീഷർട്ട് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ഹിം ഔട്ട്. hashboxapparels.com. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. കോമൺ ആയിട്ടാണ് എന്തായാലും ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഞാൻ ഇട്ടേക്കാം. ഒന്നുകൂടെ ഇത് ഇളക്കാം. ഇളക്കി കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് ഒരുപാട് അങ്ങ് പൊടിക്കല്ലേ, ഇതെടുത്തിട്ട് അത്രയും പൊടിക്കാൻ പാടില്ലല്ലേ? ഇങ്ങനെ പൊടിക്കണം അല്ലേ? ഒരു മയത്തിന് പൊടിച്ച് അതിനകത്തോട്ട് ഇടുക. നമ്മൾ ഇളക്കുമ്പോൾ ടെക്നിക്ക് പിടികിട്ടി. എന്നിട്ട് ആ ചൂടോടുകൂടി ഇളക്കണം. ചൂടോടുകൂടി കൈയിട്ടിളക്കിയാൽ മതിയോ? കൈയിട്ടിളക്കാൻ ചൂട് കൂടുതലായിരിക്കും. ഇതിട്ടിളക്കണം. ഞാൻ പ്രോയാണ്, പിന്നെ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ച് ചെയ്യാം. അങ്ങനെയായിട്ട് കിണ്ടല്ലേ, ഇളക്കിയാ മതി അല്ലേ? അല്ലെങ്കിൽ ഒന്ന് കുലുക്കിത്തക്കത്തൈ അങ്ങനെയല്ലേ? ഞാൻ നോക്കട്ടെ അമ്മ.
അവിടെ നീ മാറാങ്ങോട്ട്. പല രീതിയിൽ ഇളക്കാം ഗൈസ്. എന്റെ ഇളക്കൽ ടെക്നിക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയതുകൊണ്ടാണ് അമ്മ അത് വേണ്ടെന്ന് പറഞ്ഞത്. ഇത് കപ്പലിന്റെ ഇത് മതിയാന്ന് നോക്കി അല്പം കൂടെ വേണമെങ്കിൽ കപ്പലിന്റെ കുറച്ചുകൂടെ ചേരുള്ളൂ. അതിട്ട് തുടങ്ങി കട. ഇത് കപ്പലിന്റെ അല്ല, കടലയല്ലേ. ഓക്കെ, ഞാൻ ടേസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഗൈസ്. മക്കളെ നോക്കടി. ഹായ് മിച്ചർ. മിച്ചറായി ഗൈസ്. എരിവ് മതിയാവണേ. അമ്മയ്ക്ക് വേണോ? അമ്മയാണ് ഷെഫ്. ഇത് പിടിക്കുമ്പോൾ ഓക്കെ, മൊത്തത്തില് അമ്മയ്ക്ക് കുറച്ച് എരിവ് കുറവാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും ശകലം കായപ്പൊടിയും. ഉപ്പ് വേണോ? ഉപ്പ് ഇട്ടില്ലേ മോളെ? ഉപ്പ് ഇട്ടില്ല, നേരത്തെ ഇട്ടായിരുന്നു. കണക്കിന് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി വെക്കുക. ഇനി എന്തെങ്കിലും ഇടണോ അതില്? ഒന്നും വേണ്ടമ്മ. കപ്പലണ്ടി മതിയാ? ഓക്കെ, ഇതാണ് ഇതിന്റെ അകത്തൊരു കപ്പലിന്റെ അളവ്. അതായത് ഓരോ സ്പൂൺ അതും കൂടി വേണമെങ്കിലും ചേരും. അത്രയും കപ്പലണ്ടിയാ? അപ്പൊ കപ്പലണ്ടിക്കകത്ത് കുറച്ച് മിച്ചർ ഒന്നായി പോകുമ്പോ മറ്റേത് മിച്ചറിന്റെ അകത്ത് കുറച്ച് കപ്പലണ്ടി എന്നല്ലേ വരേണ്ടത്. മതി. എല്ലാരും കൂടെ കപ്പലണ്ടി മാത്രം എടുത്ത് തിന്നിട്ട് അത് സത്യമാണ് കേട്ടോ. ഒരു ടിന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് കപ്പലണ്ടി മാത്രം പറക്കി തരുന്ന ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, ഇല്ലെന്ന് പറയണ്ട. അല്പം കൂടെ ഞങ്ങളുടെ വീട്ടിലത് റിച്ച് മിക്സറാണ് ഗൈസ്. കുറച്ചൊന്നുമല്ല, മിക്സറിലെ നൂലിനേക്കാളും കൂടുതൽ ഞങ്ങൾക്ക് ഇവിടെ സൈഡ് ഡിഷസ് ആണ്. മതി. ഓക്കെ, എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും സ്വാദിഷ്ടമായ മിക്സർ തയ്യാർ. അപ്പൊ ഇങ്ങനെയാണ് ഗൈസ് ഒരു മിക്സർ ഉണ്ടാക്കുന്നത്. ഇനി ഒരു ചെറിയ പ്ലേറ്റിലാക്കി തരുമോ അമ്മ? ഇതൊന്ന് ടേസ്റ്റ് കൂടെ ചെയ്ത് പോയി കഴിഞ്ഞാൽ സെറ്റാണ് ഗൈസ്. നിങ്ങൾ നോക്കുക ഗൈസ്, എന്ത് രസമായിട്ട് കിടക്കണം. നമ്മൾ നേരത്തെ കണ്ട എല്ലാ പച്ച സാധനവും ഒന്നായി. ഇനി ഇത് ടേസ്റ്റ് ടെസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, ഒരു അരമണിക്കൂറായി. ഒന്ന് തണുത്ത് കഴിയുമ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് ശരിക്കും പുറത്തു വന്നത്. കപ്പലണ്ടിയൊക്കെ നമ്മൾ എണ്ണയിലിട്ട് വേവിച്ച് ഉടനെ തിന്നുകയാണെങ്കിൽ സെറ്റ് ആകൂല. ഇപ്പോ ബോൺ അപ്പറ്റീറ്റ്. സൂപ്പർ സാധനം ഗൈസ്. ഓണമായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് വീട്ടിൽ ചെയ്താൽ പറ ഗൈസ്, കേക്കട്ടെ. കമന്റ് സെക്ഷനിൽ ഞാൻ കാണും. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നാളെ മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരൊക്കെ ലവ് യു. ബൈ ബൈ.